ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് +2 ലെവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റേറ്റഡ് ഫാക്ട്സും നോക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 8/6/2024 നടന്ന CPO എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും റേറ്റഡ് ഫാക്ട്സുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 25ാമത്തെ ക്വസ്റ്റ്യൻ: ബുദ്ധിസ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം. എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ വിശപ്പടക്കാൻ കഴിയൂ. ഇതാരുടെ വാക്കുകൾ? ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ദേശസ്നേഹികളുടെ രാജകുമാരൻ. അദ്ദേഹം 1897 ജനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് ജനിച്ചത്. ഇപ്പം എന്നാണ് ജനിച്ചത്? 1897 ജനുവരി 23. എവിടെയാണ് ജനിച്ചത്? ഒറീസയിലെ കട്ടക്കിൽ. അപ്പോൾ ഈ ജനുവരി 23 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. അന്നാണ് ദേശപ്രേം ദിവസായി ആചരിക്കുന്നത്. ദേശപ്രേം ദിവസായി ആചരിക്കുന്നത് ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനം. ദില്ലി ചലോ, ജയ് ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ദില്ലി ചലോ, ജയ് ഹിന്ദ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. ഹരിപുര 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്, ചിത്തരഞ്ജൻ ദാസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ്. നേതാജി എന്നറിയപ്പെടുന്നത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ത്രിപുരി കോൺഗ്രസ് സമ്മേളനം. ഈ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് മത്സരം നടന്നത്. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മത്സരിച്ചത്? ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള മത്സരമാണ് 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൽ നടന്നത്. അന്ന് ജയിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ തോൽപ്പിച്ച് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മത്സരം നടന്ന കോൺഗ്രസ് സമ്മേളനം 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനം. ഗാന്ധിജിയെ ആദ്യമായിട്ട് രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇനി 1939 തന്നെയാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് എന്നാണ്? 1939. കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയിട്ടാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്ഥാപിച്ചത്. 1943 ഒക്ടോബർ 23 സിംഗപ്പൂരിൽ വെച്ച് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് എന്ന താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചു. എന്നാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത്? 1943 ഒക്ടോബർ 23. ഇത്രയും കാര്യങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ്? ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. ദില്ലി ചലോ, ജയ് ഹിന്ദ് തുടങ്ങിയ മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് സുഭാഷ് ചന്ദ്രബോസാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസാണ്. പിന്നീട് നേതാജി എന്നറിയപ്പെടുന്നതും സുഭാഷ് ചന്ദ്രബോസാണ്.
അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 23 ദേശപ്രേം ദിവസമായി ആചരിക്കുന്നു. അദ്ദേഹം ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം. ആദ്യമായിട്ട് മത്സരം നടന്നത് കോൺഗ്രസ് സമ്മേളനം 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനം. അതിൽ ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ സുഭാഷ് ചന്ദ്രബോസ് തോൽപ്പിച്ചു. പിന്നീട് 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്ഥാപിച്ചത്. 1943 ഒക്ടോബർ 23 സിംഗപ്പൂരിൽ വെച്ച് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് എന്ന താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചു. ഇത്രയും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 26 ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ. ഭയത്തിൽ നിന്നുള്ള മോചനം, ഫ്രീഡം ഫ്രം ഫിയർ, അതിൻ്റെ രചയിതാവ് ആങ് സാങ് സൂക്കിയാണ്. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, ലോങ് ബാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങൾ, ടു കൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, ഇസയ ബെർലിൻ. സ്വാതന്ത്ര്യത്തിലേക്ക്, ഓൺ ലിബർട്ടി, JS മിൽ. എന്നാണ് എൻ്റെ ഓർഡർ. ഇനി നമുക്ക് പ്രശസ്തമായ കൃതികളും അവയുടെ രചയിതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. ദ റിവർ വാർ, വിൻസ്റ്റൺ ചർച്ചിൽ. ദ റിവർ വാർ എഴുതിയത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്രിഡാം, വിക്ടർ ഹ്യൂഗോ. ദ ഹഞ്ച് ബാക്ക് ഓഫ് നോട്രിഡാം എഴുതിയത് വിക്ടർ ഹ്യൂഗോ. ഉട്ടോപ്പിയ, സർ തോമസ് മൂർ. എ പ്രോമിസ്ഡ് ലാൻഡ്, ബാരക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ്, ബാരക് ഒബാമ. ഡാട്ടർ ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി എഴുതിയത് ബേനസീർ ഫൂട്ടോയാണ്. ഡാട്ടർ ഓഫ് ഡെസ്റ്റിനി ആൻഡ് ഓട്ടോബയോഗ്രഫി, ബേനസീർ ഫൂട്ടോയുടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27 നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയത് എന്ന്. ആൻസർ ഓപ്ഷൻ സി. 2023 സെപ്റ്റംബർ 20. അപ്പോൾ 2023 സെപ്റ്റംബർ 21 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇനി 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. 2023 സെപ്റ്റംബർ 28 രാഷ്ട്രപതി ഒപ്പുവെച്ചത്. ഇനി 2 ഡേറ്റും കൂടെ നോക്കുക. 2023 സെപ്റ്റംബർ 19 ലോക്സഭയിൽ ബിൽ അവതരിപ്പിച്ച തീയതി. 2023 സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 22 രാജ്യസഭ പാസ്സാക്കിയത്. രാജ്യസഭ നാരി ശക്തി വന്ദന അധിനിയം ബില്ല് പാസ്സാക്കിയത് 2023 സെപ്റ്റംബർ 22. അപ്പോൾ ഈ ഡേറ്റും കൂടെ ഓർത്തു വെച്ചേക്കുക. ഈ 4 ഡേറ്റുകളും കൂടി ഓർത്തു വെക്കുക. ഇനി ഈ ബില്ലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. നിയമം പ്രാബല്യത്തിൽ വന്ന് 15 വർഷത്തേക്കാണ് ബില്ലിൻ്റെ കാലാവധി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 28 കേരളത്തിലെ നാടൻ കളികളുടെ പ്രചരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി, കളിത്തട്ട്. ഇനി സ്പ്ലാഷ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. എന്താണ് സ്പ്ലാഷ്? സ്പ്ലാഷ് സ്കൂൾ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് എന്ന് പറയുന്നത്. എയ്സ് എന്ന് പറഞ്ഞാൽ ടെന്നീസ് കളിയിൽ തൽപരരായ 4 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന പദ്ധതി. എന്താണ്? ടെന്നീസ് കളിയിൽ തൽപരരായ 4 മുതൽ 9 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് എയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഓർത്തു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29 കറുത്ത പട്ടേരി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ എ, VT ഭട്ടതിരിപ്പാട്. അപ്പോൾ VT ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പം അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മേഴാത്തൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അപ്പോൾ എവിടെയാണ് VT ഭട്ടതിരിപ്പാട് ജനിച്ചത്? പാലക്കാട് ജില്ലയിലെ മേഴാത്തൂരാണ് ജനിച്ചത്. നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് അദ്ദേഹമാണ് 1919. 1919 സ്ഥാപിച്ച സംഘടനയാണ് നമ്പൂതിരി യുവജന സംഘം. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമാണ് ഉണ്ണി നമ്പൂതിരി. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ
മുഖപത്രത്തിൻ്റെ പേരാണ് ഉണ്ണി നമ്പൂതിരി. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞത് VT ഭട്ടതിരിപ്പാട്. 1921 കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1921 കോൺഗ്രസ് സമ്മേളനം അഹമ്മദാബാദ് വെച്ചാണ് നടന്നത്. അപ്പോൾ ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ VT ഭട്ടതിരിപ്പാട് പങ്കെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ യാചനായാത്ര നടത്തി. യാചനായാത്ര ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. യാചനായാത്ര 1931 നടത്തിയത്. എവിടെയാ? തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനായാത്ര നടത്തിയത്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ 1931 യാചനായാത്ര നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? VT ഭട്ടതിരിപ്പാട്. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ കൃതിക്കാണ് ലഭിച്ചത്. യോഗക്ഷേമ സഭ ആരംഭിച്ചത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭ. അപ്പോൾ ഈ യോഗക്ഷേമ സഭയുടെ പ്രധാന നേതാവാണ് ആര്? VT ഭട്ടതിരിപ്പാട്. അപ്പോൾ യോഗക്ഷേമ സഭ ആരംഭിച്ചത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ പ്രധാനപ്പെട്ട നേതാവാണ് VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം. മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയായിരുന്നു മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്റർ. നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉണ്ണി നമ്പൂതിരി. അതുപോലെ യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നാണ് 1929 അദ്ദേഹം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത്. 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം അദ്ദേഹം എഴുതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതി. ആൻസർ ഓപ്ഷൻ ഡി സ്നേഹസ്വാന്തനം. അപ്പോൾ താലോലം പദ്ധതി എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. അപ്പോൾ ഈ പദ്ധതികളെല്ലാം പഠിച്ചു വെച്ചേക്കുക. പല സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. അപ്പോൾ താലോലം എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം. ശരണ്യ പദ്ധതി പിന്നോക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് ശരണ്യ പദ്ധതി. സ്നേഹസ്പർശം 2 ഉണ്ട്. സ്നേഹസ്പർശം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന സ്നേഹസ്പർശമുണ്ട്. അതെന്താണ്? കോഴിക്കോട് ജില്ലയിലെ ഡയാലിസിസ് രോഗികൾക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ്. അത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ് നടത്തുന്നത്. പിന്നീട് ചൂഷണത്തിന് വിധേയരായ അവിവാഹിത അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹസ്പർശം. സ്നേഹസ്പർശം 2 ഉണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നടത്തുന്നതുകൊണ്ട് അല്ലാതുള്ള പദ്ധതിയുമുണ്ട്. സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായ അവിവാഹിത അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതി. ഇനി എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ചത്. എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്. എന്താണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ് എന്ന് പറയുന്നത്? എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അതാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിംഗ്.
കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിക്കപ്പെട്ട വർഷമാണ് 2005. 2005 കേരളത്തിൽ എൻഡോസൾഫാൻ നിരോധിക്കപ്പെട്ടത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്ന സ്ഥലമാണ് മുളിയാർ. എന്താണ് മുളിയാർ എന്ന് പറഞ്ഞാൽ? എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കായി പുനരധിവാസ ഗ്രാമം നിർമ്മിക്കുന്ന സ്ഥലമാണ് മുളിയാർ. എൻഡോസൾഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ മനോജ് കാന സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് അമീബ. എന്താണ് അമീബ എന്ന് പറയുന്നത്? എൻഡോസൾഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ മനോജ് കാന സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് അമീബ. ഇനി എൻ മഗജെ. എൻ മഗജെ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ ഒരു ഗ്രാമമാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച മനുഷ്യരുടെ ദുരിതപൂർണമായ ജീവിതത്തെ ആധാരമാക്കി അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവലാണ് എൻ മഗജെ. എന്താണ് എൻ മഗജെ എന്ന് പറയുന്നത്? എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ച കാസർഗോഡിലെ എൻ മഗജെ എന്ന ഗ്രാമത്തിലെ ദുരിതപൂർണമായ ജനജീവിതത്തെ ആധാരമാക്കി അംബികാസുധൻ മങ്ങാട് എഴുതിയ നോവലാണ് എൻ മഗജെ. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നോക്കാം.